ശ്രീരാമ കഥാസാഗരം. ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും അതിദുഃഖിതൻ, കേൾക്കിൽ സുഖിയായി വരും അവൻ. ഭീതനിതു കേൾക്കിൽ നിർഭയനായി വരും. ശ്രീരാമ കഥാസാഗരം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ, കാരുണ്യമൂർത്തി ശിവ ശക്തി സംഭവൻ ദേവൻ. ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനും തസ്തുരാമുത്ഥാനം ചെയ്തെത്തിനാൻ ജടായുവും. തിഷ്ടതിഷ്ടാഗ്രേ മമാ സ്വാമിതൻ വാത്മീയെയും, കട്ടുകൊണ്ട വീടേക്കു പോകുന്നു മൂടാത്മാവേ. അധുരത്തിങ്കൽ നിന്നു ശൂനകൾ മന്ത്രം കൊണ്ടു ശുദ്ധമാം പുരോധാരം കൊണ്ടും പോകുന്ന പോലെ, പദ്ധതി മധ്യേ പരമോന്നത ബുദ്ധിയോടും ശുദ്ധരാജനും ഒരു പത്രവാനായുള്ളൊരു ക്രൂധരാജനെ പോലെ ബദ്ധവൈരത്തോടതി ക്രൂധനായ അഗ്രേ ചെന്നു യുദ്ധവും തുടങ്ങിനാൻ. അബ്ദിയും പത്രാനിരാപ്തനായി ചമയുന്നി രദ്ദികളിളകുന്നു വിദ്രുത മധുനേരം. കാൽനഖങ്ങളെ കൊണ്ടു ചാപങ്ങൾ പൊടിപെടും താനനങ്ങളും കീറി മുറിഞ്ഞു വശം കെട്ടു. വിഷ്ണുതൃഷ്ണാഗ്രം കൊണ്ടു തീർത്തടം തകർത്തിതു, കാൽക്ഷണം കൊണ്ടു കൊന്നു വീഴ്ത്തിനാനശ്വങ്ങളെ. രൂക്ഷത പെരുകിയ പക്ഷപാതങ്ങളേറ്റു രാക്ഷസ പ്രവരനും ചഞ്ചലമുണ്ടായി വന്നു. യാത്രയും മുടങ്ങി മൽകീർത്തിയും മുടുങ്ങി, ധാത്രി പൂണ്ടുഴന്നൊരു രാത്രി ചാരീന്ദ്രനപ്പോൾ. ധാത്രിപുത്രിയെ തത്ര ധാത്രിയിൽ നിർത്തി പുനരോർത്തുതൻ ചന്ദ്രഹാസമിളക്കി ലഘുതരം. പക്ഷിനായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ രക്ഷിതീ തന്നിൽ വീണാനക്ഷമാനായിട്ടവൻ. രക്ഷോനായകൻ പിന്നെ ലക്ഷ്മി ദേവിയെയും കൊണ്ട് അക്ഷതാ ചിത്തത്തോടും ദക്ഷിണാദിക്കു നോക്കി. മറ്റൊരു തേരിലേറി തെറ്റെന്നു നടകൊണ്ടാൻ, മറ്റാരും പാലിപ്പാനില്ലൂറ്റവരായിട്ടെന്നോർ. ദിറ്റിറ്റു വീണിടുന്ന കണ്ണുനീരോടുമപ്പോൾ കറ്റകാർ കുഴലിയാം ജാനകി ദേവിതാനും. ഭർത്താവു തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞുത്തമനായ നിന്റെ ജീവനും പോകായെന്നു. വൃത്തിപുത്രിയും വരം പൃഥ്വിരാജനു നൽകി, വൃത്തിമണ്ഡലമകന്നാശുമേൽ പോട്ടുപോയാൾ. അയ്യോ രാഘവ ജഗന്നായക ദയാനിധേ, നീ എന്നെ ഉപേക്ഷിച്ചെന്തു ഭർത്താവേ നാഥ. രക്ഷോനായകൻ എന്നെ കൊണ്ടിതാ പോയിടുന്നു, രക്ഷിതാവായിട്ടാരോ മെല്ലെനിക്കയ്യോ പാപം. ലക്ഷ്മണ നിന്നോടു ഞാൻ പരുഷം ചൊന്നേനല്ലോ, രക്ഷിച്ചു കൊള്ളേണമേ ദേവരാധയാനിതേ. രാമ രാമാത്മരാമ ലോകാഭിരാമ രാമ, ഭൂമിദേവിയും എന്നെ വെടിഞ്ഞാളിതു കാലം. പ്രാണവല്ലഭ പരിത്രാഹി മാം ജഗൽപദേ, കൗണവാദീവൻ എന്നെ കൊന്നു ഭക്ഷിക്കും മുമ്പേ. സത്വരം വന്നു പരിപാലിച്ചു കൊള്ളേണമേ, സത്വചേതസാ മഹാസത്വവാരിതേ നാഥ. ഇത്തരം വിലാപിക്കും നേരത്തു ശീഘ്രം രാമ ഭദ്രങ്ങെത്തുമെന്ന ശങ്കയാ നക്തഞ്ചരൻ. ചിത്തവേഗേന നടന്നിടിനാനതു നേരം, വൃത്തിപുത്രിയും കീഴ്പോട്ടാശു നോക്കുന്ന നേരം. അദ്രിനാഥാഗ്രേ കണ്ടു പഞ്ചവാനരന്മാരെ, വിദ്രുതം വിഭൂഷണ സഞ്ചയമഴിച്ചുതൻ. ഉത്തരീയാർത്ഥ കണ്ഠം കൊണ്ടു ബന്ധിച്ചു രാമഭദ്രനു കാൺവാൻ
യോഗം വരികന്നകതാരിൽ. സ്മൃത കീഴ്പോട്ടു നിക്ഷേപിച്ചിതു സീതാദേവി മത്തനാം നക്തഞ്ചരനറിഞ്ഞില്ലതുമപ്പോൾ. അബ്ദിയു മുത്തീര്യ തൽപ്പത്തനം ഗത്വാ തൂർണം ശുദ്ധാന്തമധ്യേ മഹാശോകകാനനാദേശേ ശുദ്ധഭൂതലേ മഹാശിംശിവാ തരുമൂലെ ഹൃദ്യമാരായ നിജാരക്ഷോ നാരികളെയും നിത്യവും പാലിച്ചു കൊൾകെന്നുറപ്പിച്ചു തൻ്റെ ഭക്തമുൽപ്പൂക്കു വസിച്ചിടിനാൻ ദശാനനൻ. ഉത്തമോത്തമായ ജാനകീദേവി പാതിവ്യത്യമാസിത്യവസിച്ചിടിനാളതുകാലം. വസ്ത്രകേശാദികളും എത്രയോ മലിനമായി ഭക്തവും കുമ്പിട്ടു സന്തപ്തമാം ചിത്തത്തോടും രാമരാമേതി ജപാധ്യാന നിഷ്ഠയാ ബഹു യാമിനി ചരകുല നാരികളുടെ മധ്യേ നീഹാര ശീതാപാദപീഠയും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവരാത്രം ലങ്കയിൽ വസിച്ചേതാതങ്കം ഉൾക്കൊണ്ടു മായ സങ്കടം മനുഷ്യജന്മത്തിങ്കലാർക്കും ഇല്ലാഞ്ഞു. സീതാന്വേഷണം. രാമനും മായാമൃഗവിഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണും മാരീചാസുരാമെയ്തു കൊന്നു. വേഗേന നടകൊണ്ടാന ആശ്രമം നോക്കി പുനരാഗമക്കാതലായ രാഘവൻ തിരുവടി. 4-5 ശരപ്പാടു നടന്നോരനന്തരം ബാലകൻ വരവിന്ദൂരമേ കാണായി വന്നു. ലക്ഷ്മണൻ വരുന്നതു കണ്ടു രാഘവൻ താനു മുൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരുണയാം. ലക്ഷ്മണനേതു മറിഞ്ഞില്ലല്ലോ പരമാർത്ഥ വിക്കാലമിവനെയും വഞ്ചിക്കുന്നതേ വരൂ. രക്ഷോനായകൻ കൊണ്ടുപോയതു മായാ സീത ലക്ഷ്മിയെയും കൊണ്ടോ മറ്റാർക്കു ലഭിക്കുന്നു. അഗ്നിമണ്ഡലത്തിങ്കൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണനറിഞ്ഞാൽ ഈ കാര്യവും വന്നുകൂടാ. ദുഃഖിച്ചു കൊള്ളൂ ഞാനും പ്രാകൃതനെന്ന പോലെ മൈക്കണ്ണി തന്നെ തിരഞ്ഞാശുപോയി ചൊല്ലാമല്ലോ. രക്ഷോനായകനുടെ രാജ്യത്തിലെന്നാൽ പിന്നെ തൽക്കുലത്തോടും കൂടെ രാവണൻ തന്നെ കൊന്നാൽ. അഗ്നിമണ്ഡലേ വാഴും സീതയെ സത്യവ്യാചാൽ കൈക്കൊണ്ടു പോകാം അയോധ്യയ്ക്കു വൈകാതെ പിന്നെ. അക്ഷയധർമ്മമോടു രാജ്യത്തെ വഴി പോലെ രക്ഷിച്ചു കിഞ്ചിൽ കാലം ഭൂമിയിൽ വസിച്ചിടാം. പുഷ്കരോത്ഭവ നിത്തം പ്രാർത്ഥിക്ക നിമിത്തമാ അർക്കവംശത്തിങ്കൽ ഞാൻ മർത്യനായി പിറന്നതും മായാമാനുഷനാകുമെന്നുടെ ചരിതവും മായാവൈഭവങ്ങളും കേൾക്കുകയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചെയ്യും മർത്യന പ്രയാസേന മുക്തിയും സിദ്ധിച്ചിടുമില്ല സംശയമേതും. ആകയാൽ ഇവനെയും വഞ്ചിച്ചു ദുഃഖിച്ചു ഞാൻ പ്രാകൃത പുരുഷനെ പോലെ എന്നകതാരിൽ നിർണയിച്ചവരജനോടരുൾ ചെയ്തിടിനാൻ. പർണശാലയിൽ സീതയ്ക്കാരൊരു തുണയുള്ളൂ. എന്തിനിങ്ങോട്ട് പോന്നു ജാനകി തന്നെ ബല ലെന്തിനു വെടിഞ്ഞു നീ രാക്ഷസരവളെയും കൊണ്ടുപോകയോ ഒന്നു ഭക്ഷിച്ചു കളകയോ കണ്ടകാചാതികൾക്കെന്തൊരുതാത്തതോർത്താൽ. അഗ്രജവാക്യമേവം കേട്ടു ലക്ഷ്മണൻ താനു അഗ്രേ നിന്നുടനുടൻ തൊഴുതു വ്യസനായി. ഗദ്ഗതാക്ഷരമുര ചെയ്തിതു ദേവിയുടെ ദുർഗ്രഹവചനങ്ങൾ ബാഷ്പവും തൂകി തൂകി. ഹാഹാ ലക്ഷ്മണ പരിത്രാഹി സൗമിത്രേ ശീഘ്രം ഹാഹാ രാക്ഷസനെന്നെ നിഗ്രഹിച്ചിടുമിപ്പോൾ. ഇത്തരം രക്തഞ്ചരന്തൻ വിലാപങ്ങൾ കേട്ടു മുക്താഗാത്രിയും തവ നാദമെന്നുരയ്ക്കയാൽ അത്യർത്ഥം പരിത്താപം കൈകൊണ്ടു വിലാപിച്ചു സത്വരം ചെന്നു രക്ഷിക്കെന്നോടരുൾ ചെയ്താൻ. ഇത്തരം നാദം മമാബാധാവിനുണ്ടായി വരാ ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും. രാക്ഷസനുടെ മായാഭാഷിതമിന്നു നൂനം കാൽക്ഷണം പൊറുക്കെന്നു ഞാൻ പല ഉരു ചൊന്നേൻ എന്നതു കേട്ടു ദേവി പിന്നെയുമുര ചെയ്ത എന്നോടു പലതര പിന്നവയെല്ലാം ഇപ്പോൾ നിന്തിരു മുമ്പിൽ നിന്നു ചൊല്ലുവാൻ പണി. എന്നാൽ സന്താപത്തോടു ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ടു ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി നിന്തിരു മലരടി വന്ദിപ്പാൻ വിടകൊണ്ടേൻ. എങ്കിലും പിഴച്ചിതു പോന്നതു സൗമിത്രേ നീ ശങ്കയുണ്ടായിടാമോ ദുർവചനങ്ങൾ കേട്ടാൽ.
യോഷമാരുടെ വാക്കു സത്യമെന്നോർത്തു വന്നവൻ ദോഷനെത്രയുമെന്നു നീ അറിയുന്നതില്ലേ. രാക്ഷസ പരീക്ഷകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തതെന്നറിഞ്ഞില്ല. ഇങ്ങനെ നിനച്ചുടൻ അന്തർഭാഗത്തിൽ ചെന്നെങ്ങുമേ നോക്കി കാണാഞ്ഞാകുലപ്പെട്ടു രാമൻ. ദുഃഖഭാവവും കൈക്കൊണ്ടെത്രയും വിലാപിച്ചാൻ നിഷ്കളാനാത്മരാമൻ നിർഗുണാനാത്മാനന്ദൻ. ഹാഹാ വല്ലഭേ സീതേ, ഹാഹാ മൈഥിലീനാഥേ, ഹാഹാ ജാനകീ ദേവി, ഹാഹാ മൽപ്രാണേശ്വരി. എന്നെ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കയോ തന്നെ നീ വെളിച്ചത്തു വന്നിടുമടിയാതെ. ഇത്തരം പറകയും കാനനം തോറും നത്തൽ പൂണ്ടന്വേഷിച്ചും കാണാഞ്ഞു വിവശനായി. വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു, വനജേക്ഷണയായ സീതയെ സത്യം ചൊൽവിൻ. മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു, മൃഗലോചനായ ജനകാപുത്രി തന്നെ. പക്ഷിസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു, പത്മനാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം. വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം, പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു. ഇത്തമോരോന്നേ പറഞ്ഞെത്രയും ദുഃഖം പൂണ്ടു, സത്വരം നീളെ തിരഞ്ഞെങ്ങുമേ കണ്ടില്ലല്ലോ. സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം സർവകാരണനേകചലൻ പരിപൂർണൻ. നിർമ്മലൻ നിരാകാരൻ നിരഹങ്കാരൻ നിത്യൻ ചിന്മയാനകണ്ഠാനന്ദാത്മകൻ ജഗന്മയൻ. മായാ മാനുഷ്യഭാവേന ദുഃഖിച്ചിടിനാൻ കാര്യമാനുഷൻ മൂഢാത്മാക്കളെ ഒപ്പിപ്പാനായി. തത്വജ്ഞന്മാർക്കു സുഖദുഃഖഭേദങ്ങളൊന്നും ചിത്തേ തോന്നുകയുമില്ല ജ്ഞാനമില്ലായകയാൽ. ജടായുഗതി. ശ്രീരാമദേവനേവം തിരഞ്ഞു നടക്കുമ്പോൾ തേരഴിഞ്ഞുടഞ്ഞു വീണാകുലമടവിൽ. ശസ്ത്രചാപങ്ങളോടും കൂടവേ കിടക്കുന്ന എത്രയോ മടുത്തു കാണാ ഇതു മധ്യമാർഗം. അന്നേരം സൗമിത്രിയോടരുളി ചെയ്തു രാമൻ, ഭിന്നമായൊരു രഥം കാൺകടോ കുമാരാ നീ. തന്യങ്കി തന്നെയൊരു രാക്ഷസൻ കണ്ടു, രാക്ഷസൻ കൊണ്ടുപോകുമ്പം അന്യരാക്ഷസൻ അവനോട് പോർ ചെയ്തിടിനാൻ. അന്നേരം അഴിഞ്ഞ തീർക്കോപ്പിത കിടക്കുന്നു, വന്നിടാം അവർക്കൊന്നോരോ ഭക്ഷിച്ചോരോ. ശ്രീരാമനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയാനകം. ജാനകി തന്നെ തിന്നു തൃപ്തനായൊരു യാതുദാനനീവിടെ കിടക്കുന്നതത്ര നീ കണ്ടില്ലയോ. കൊല്ലുവേനിവന് ഞാൻ വൈകാതെ ബാണങ്ങളും വില്ലുമിങ്ങാശു തന്നിടുന്നതു കേട്ട നേരം. വ്യത്യസ്ത ഹൃദയനായി പക്ഷിരാജാവിനും ചൊന്നാൻ, മധ്യനല്ലഹം തവ ഭക്തനായൊരു ദാസൻ. മിത്രമെത്രയും തവ താതനോ വിശേഷിച്ചും സിന്നിഗ്ധനായിരിപ്പോരു പക്ഷിയും ജടായു ഞാൻ. ദുഷ്ടനാം ദശമുഖൻ എന്നുടെ ഭക്തി തന്നെ കട്ടുകൊണ്ടാകാശേ പോകുന്നേരമറിഞ്ഞു ഞാൻ. പെട്ടെന്നു ചെന്നു തടുത്തവനെ യുദ്ധം ചെയ്തു, മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ. വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൻ ഞാനും അപ്പോൾ പുഷ്ടവേദനയോടു ഭൂമിയിൽ വീണേനല്ലോ. നിന്തിരുവടിയെ കണ്ടൊഴിഞ്ഞു മരിയായകൻ, ഇന്ദിരാദേവിയോടു വരവും വാങ്ങിക്കൊണ്ടേൻ. തൃക്കൺ പാർക്കേണാമൻ കൃപയാ കൃപാനിധേ, തൃക്കഴലിനാ നിത്യമുൾക്കാമ്പിൽ വസിക്കേണം. ഇത്തരം ജടായുധൻ വാക്കുകൾ കേട്ടു നാഥൻ, ചിത്തകാരുണ്യം പൂണ്ടു ചെന്നെടുത്തിരുന്നുതൻ. തൃക്കൈകൾ കൊണ്ടു തലോടിനാനവനുടൻ ദുഃഖാശ്രൂതനായ അനത്തോടും രാമചന്ദ്രൻ. ചൊല്ലഹോ മമ വല്ലഭ വൃത്താന്തം നീ എല്ലാം എന്നതു കേട്ടു ചൊല്ലിനാൻ ജടായുവും. രക്ഷോ നായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണാദിശി കൊണ്ടു പോയെന്നറിഞ്ഞാലും ചൊല്ലുവാനില്ല ശക്തി മരണപീഡയാലേ, നല്ലതു വരുവതിനായി അനുഗ്രഹിക്കണം. നിന്തിരുവടി തന്നെ കണ്ടിരിക്കവേ ബന്ധമറ്റിയിടും വെണ്ണം മരിപ്പാൻ അവകാശം. വന്നതു ഭവൽ കൃപാപാത്രമാകയാലഹം പുരുഷോത്തമാദയാനിതേ. നിന്തിരുവടി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു പരനന്ദനാത്മാ പരമാത്മാമായാം മാനുഷരുജി സന്തതമന്തർഭാഗേ വസിച്ചിടുക വേണം. നിന്തിരുമേനി ഘനശ്യാമളാമഭിരാമം
അന്ത്യകാലത്തിങ്കേലി വണ്ണം കാണായ മൂലം ബന്ധവും മറ്റു മുക്തനായേ ഞാനെന്നും നൂനം. ബന്ധുഭാവേന ദാസനായ ഒരടിയനെ ബന്ധുകാസുമാ സഹൃദ കരത്തലം തന്നാൽ ബന്ധുവത്സരാമന്തം തൊട്ടരുളേണമെന്നാൽ നിന്തിരുമലരടിയോടു ചേർന്നിടാമല്ലോ. ഇന്ദിരാപതിയതു കേട്ടുടൻ തലോടിനാൻ മന്ദം മന്ദം പൂർണ്ണാത്മാനന്ദം വന്നിടും വണ്ണം. അന്നേരം പ്രാണങ്ങളെ ത്വജിച്ചു ജടായുവും മന്നിടം തന്നിൽ വീണ നേരത്തു രഘുവരൻ കണ്ണുനീർ വാർത്തു ഭക്തവാത്സല്യ പരവശ ലാലനോച്ചനേത്രൻ പിതൃമിത്രമാം പക്ഷീന്ദ്രൻ്റെ ഉത്തമാംഗത്തെ എടുത്തുത്സംഗസീമനി ചേർത്തിട്ടുത്തരാകാര്യാർത്ഥമായി സോദരനോടു ചൊന്നാൻ. കാഷ്ടങ്ങൾ കൊണ്ടുവന്നു നല്ലൊരു ചിത തീർത്തു കൂട്ടണം അഗ്നി സംസ്കാരത്തിനു വൈകിടാതെ. ലക്ഷ്മണനതു കേട്ടു ചിതയും തീർത്തിയിടിനാൻ. തക്ഷണം കുളിച്ചു സംസ്കാരവും ചെയ്തു. പിന്നെ സ്നാനവും കഴിച്ചുതക ക്രിയാദിയും ചെയ്തു. കാനനെ തത്ര മൃഗം വധിച്ചു മാംസഖണ്ഡം പുല്ലിന്മേൽ വെച്ചു ജലാദികളും നൽകിയിടിനാൻ. നല്ലൊരു ഗതി അവനുണ്ടാവാൻ പിത്രാർത്ഥമായി. പക്ഷികളിവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷീന്ദ്രനിതുകൊണ്ടു തൃപ്തനായി ഭവിച്ചാലും കാരുണ്യമൂർത്തി കമലേക്ഷണൻ മധുവൈരി സാരൂപ്യം ഭവിക്കുന്നു സാദര മരുൾ ചെയ്തു. അന്നേരം വിമാനമാരൂഹ്യ ബാസുരം ഭാനു സന്നിഭം ദിവ്യരൂപം പൂണ്ടരു ജടായുവും ശങ്കാരികത പത്മമകുട പീതാംബര തത്യന്തരൂപം പൂണ്ട വിഷ്ണു പാർഷദന്മാരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ടു മുനികളാൽ. തേജസ സകല ദിവ്യപ്രാപ്തനായി കാണായി വന്നു. സന്നദ്ധഗാത്രത്തോടും ഉയരെ കൂപ്പിത്തൊഴു ദുന്നത ഭക്തിയോടെ രാമനെ സ്തുതി ചെയ്താൻ. സ്തുതി അഗണ്യഗുണമാദ്യമവ്യയമ പ്രേമേയ മഖില ജഗത്സൃതി സ്ഥിതി സംഹാരം മൂലം പരമം പരാപരാമാനന്ദം പരാത്മാനം വരദാമഹം പ്രണതോസ്മ്യഹം സന്തതം രാമം. മഹിത കടാക്ഷ വീക്ഷാതപീ താമരാരൂപം രഹിതാവതി സുഖാമിന്ദിരാ രാമാ മനോഹരം. ശ്യാമളം ജഗാമകുടോച്ചലം ചാപാശര കോമളാരാംബുജം പ്രണതോസ്മ്യഹം രാമം. ഭുവനാകമനീയരൂപമീഡിതശത രവിവാസുരാമഭീഷ്ടപ്രദം ശരണദം. സുരപാദമൂലരചിത നിലയനം സുരസഞ്ചയ സേവ്യം പ്രണതോസ്മ്യഹം രാമം. ഭവകാനനാദവദഹനാനാമധേയം ഭവവങ്കജ ഭവമുഖദൈവതം ദേവം. ധനുജപതികോടി സഹസ്രദിവാസനം മനുജാകാരം ഹരി പ്രണതോസ്മ്യഹം രാമം. ഭവഭാവനാതുരം ഭവവത്സ്വരൂപിണം ഭവവീരഹിതം മുനിസേവിതം പരം. ഭവസാഗരതരണാഗ്രിബോധകം നിത്യം ഭവനാശനാനാനിശം പ്രണതോസ്മ്യഹം രാമം. ഗിരിഗീശ ഗിരിസുതഹൃദയാംബുജവാസം ഗിരിനായകാധരം ഗിരിപക്ഷാരിസേവ്യം സുരസഞ്ചയാധനുസേന്ദ്രസേവിതാവദം സുരഭാമണിനിപം പ്രണതോസ്മ്യഹം രാമം. പരതാരാർത്ഥ പരിവർജിത മനുഷീണം പരപുരുഷ ഗുണഭൂതി സന്തുഷ്ടാത്മനാം പരലോകൈകാഹിത നിരതാത്മനാം സേവ്യം പരമാനന്ദമയം പ്രണതോസ്മ്യഹം രാമം. സ്മിതസുന്ദര വികസിത വക്തോംബോരുഹം സ്മൃതിഗോചരമതിപീതാംബുദയകളേപരം സിതപങ്കജാരുണനയനം രഘുവരം ക്ഷിതിനന്ദിനീവരം പ്രണതോസ്മ്യഹം രാമം. ജലപാത്രയുക്തസ്ഥിരരവിമണ്ഡലം പോലെ സകലാചരാചര ജന്തുക്കളുള്ളിൽ വാഴും പരിപൂർണാത്മനാമദ്വയ്യമവ്യയമേകം പരമം പരാപരം പരോസ്മ്യഹം രാമം. വിധിമാതാവ വംശരൂപഭേദേന ഗുണത്രയാദയാ വിരാജിതം കേവലം വിരാജന്തം ത്രിദശാമുനിജനസുതമവ്യക്തമജം ക്ഷിതിജ മനോഹരം പ്രണതോസ്മ്യഹം രാമം. മന്ദദശതകോടി സുന്ദര കളേബരം ജന്മനാശാദിഹീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മ കർമാധാരമവ്യാധാരം നിർമ്മലമാത്മരാമം
പ്രണതോസ്മിഹം രാമം. ഈ സ്തുതി കേട്ടു രാമചന്ദ്രനും പ്രസന്നനായി പക്ഷീന്ദ്രൻ തന്നോടരുളി ചെയ്തു മധുരമായി. അസ്തുതേ ഭദ്രം ഗച്ഛ പദം മേ വിഷ്ണുപര. സ്ത്രോസ്ത്രമെഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവനു വന്നിടും തൽസാരൂപ്യം. പക്ഷീന്ദ്ര നിന്നെ പോലെ മൽപാരായണനായാൽ. ഇങ്ങനെ രാമവാക്യം കേട്ടൊരു പക്ഷിശ്രേഷ്ഠ അങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചു പോയി. ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചുതേ നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ. പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി ഖിന്നനായി വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും. അന്വേഷിച്ചോരോ ദിശി സീതയെ കാണാകയാൽ സന്നൈധേന വനമാർഗെ സഞ്ചരിക്കുമ്പോൾ രക്ഷോരൂപത്തോടൊരു സത്വത്തെ കാണായി വന്നു. തൽക്ഷണമേവം രാമചന്ദ്രനും അരുൾ ചെയ്താൻ. വക്ഷസി വദനവും യോജന ബാഹുക്കളും ചക്ഷുരാദികളുമില്ലെന്തൊരു സത്വമിതം. ലക്ഷ്മണ കണ്ടായോ നീ കണ്ടോളം ഭയമുണ്ടാം. ഭക്ഷിക്കും ഇപ്പോൾ ഇവൻ നമ്മെ എന്നറിഞ്ഞാലും. പക്ഷിയും മൃഗവുമല്ലെത്രയും ചിത്രം ചിത്രം. വക്ഷസി വക്രം കാലും തലയുമില്ല താനും. രക്ഷസു പിടിച്ചുടൻ ഭക്ഷിക്കും മുമ്പേ നമ്മെ രക്ഷിക്കും പ്രകാരവും കണ്ടീല നിരൂപിച്ചാൽ. തൊൽഭുജ മധ്യസ്ഥന്മാരായിതു കുമാര നാം കൽപ്പിതം ദാതാവിനാലെന്നതു വരും. രാഘവേനേവം പറഞ്ഞിടിനോരനന്തര മാകുലമകന്നൊരു ലക്ഷ്മണനുര ചെയ്താൻ. പോരും വ്യാകുലഭാവം എന്തിനീ വിചാരിപ്പാൻ. ഓരോരോ കരം ഛേദിക്കണം നാം ഇരുവരും. തൽക്ഷണം ഛേദിച്ചിതു ദക്ഷിണാഭുജം രാമൻ. ലക്ഷ്മണൻ വാമാകരം ഛേദിച്ചാനതു നേരം. രക്ഷോവരനും അതിവിസ്മയം പൂണ്ടു രാമലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൻ ഭയത്തോടെ. മൽഭുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരാ മിഭുവനത്തിങ്കലാരുണ്ടായിലിതിന്മീഴിൽ. അത്ഭുതകാരന്മാരാം നിങ്ങളാരിരുവരും സൽപുരുഷന്മാരെന്നു കൽപ്പിച്ചിടുന്നേൻ ഞാനും. ഘോരകാനന പ്രദേശത്തിങ്കൽ വരുവാനും കാരണമെന്തു നിങ്ങൾ സത്യം ചൊല്ലുക വേണം. ഇത്തരം കബന്ധവാക്യങ്ങൾ കേട്ടൊരു പുരുഷോത്തമൻ ചിരിച്ചടുത്തുത്തരാമരുൾ ചെയ്തു. കേട്ടാലും ദശരഥനാം അയോധ്യാധിപതി ജ്യേഷ്ഠനന്ദനേനഹം രാമനെന്നല്ലോ നാമം. സോദരനിവൻ മമ ലക്ഷ്മണനെന്നു നാമം. സീതയെന്നുണ്ടു മമ ഭാര്യയായൊരു നാരി. പോയിതു ഞങ്ങൾ നായാട്ടിനന്നു നേരാമതി. മായാവി നിശാചരൻ കട്ടുകൊണ്ടങ്ങു പോയാൻ. കാനനം തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നെ അതി ഭീഷണാവേഷത്തോടും. പാണികൾ കൊണ്ടു തവ വേഷ്ടിതന്മാരാകയാൽ പ്രാണരക്ഷാർത്ഥം ഛേദിച്ചിടിനേൻ കരങ്ങളും. ആരടോ വികൃതരൂപം ധരിച്ചൊരു ഭവാൻ നേരോടെ പറയുന്നു രാഘവൻ ചോദിച്ചപ്പോൾ. സന്തുഷ്ടാത്മന പറഞ്ഞിടിനാൻ കബന്ധനും നിന്തിരുവടി തന്നെ ശ്രീരാമദേവനെങ്കിൽ. ധന്യനായി വന്നേനഹം നിന്തിരുവടി തന്നെ മുന്നിലമ്മാറു കാണായി വന്നൊരു നിമിത്തമായി. ദിവ്യനായിരിപ്പോരു ഗന്ധർവനകം രൂപ യൗവനദർപ്പിതനായി സഞ്ചരിച്ചിടും കാലം. സുന്ദരീജനാമന ധൈര്യവും ഹരിച്ചതി സുന്ദരനായോരു ഞാൻ ക്രീഡിച്ചു നടക്കുമ്പോൾ. അഷ്ടവക്രനെ കണ്ടു ഞാൻ അപഹസിച്ചിതു ദുഷ്ടരായി മഹാമുനി ശാപവും നൽകിയിടിനാൻ. ദുഷ്ടനായുള്ളൊരു നീ രാക്ഷസനായി പോകെന്നാൽ ദുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹം നൽകിയിടിനാൻ. സാക്ഷാൽ ശ്രീനാരായണൻ തൻ തിരുവടി തന്നെ മോക്ഷതൻ ദശരഥ പുത്രനായി ത്രേതായുഗേ വന്നവതരിച്ചു നിൻ ബാഹുക്കളറുക്കുമ്പോൾ. വന്നിടുമല്ലോ ശാപമോക്ഷവും നിനക്കടോ. താപശാപം കൊണ്ടു രാക്ഷസനായോരു ഞാൻ താപേന നടന്നിടും കാലമങ്ങൊരു ദിനം. ശതമന്യുവിനെ പാഞ്ഞടുത്തേനതുര ശതകോടിയാൽ തലയറുത്തു ശതമകൻ. വജ്രമേറ്റിട്ടും മമ വന്നീല മരണം. അബ്ബജ സംഭവൻ മമ തന്നോരു വരത്തിനാൽ. വധ്യനല്ലായിക മൂലം വൃത്തിക്കു മഹേന്ദ്രനു മുത്തമാങ്കത്തെ മമ കുക്ഷിയിലാക്കിയിടിനാൻ.
വക്രപാദങ്ങൾ മമ കുക്ഷിയിലായ ശേഷം ഹസ്ത്രയുഗ്മവും ഒരു യോജനായുധങ്ങളായി വർദ്ധിച്ചിടുന്നേനത്ര വൃത്തിക്കു ശക്രാജ്ഞയ സത്വസഞ്ചയം മമ ഹസ്തമധ്യസ്ഥമായാൽ ഭക്തേണ ഭക്ഷിച്ചു ഞാൻ വർദ്ധിച്ചേനിത്ര നാളു മുത്തമോത്തമ രഘുനായകദയാനിധേ വാഗ്നിയും ജ്വലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യമാർഗ മുക്കവേ ചൊല്ലിയിടുവൻ മേദിനി കുഴിച്ചതിൽ ഇന്ധനങ്ങളുമിട്ടു വിധിഗോത്രനെ ജ്വലിപ്പിച്ചിതു സൗമിത്രിയും തത്രൈവ കബന്ധ ദേഹം ദഹിപ്പിച്ച നേരം തദ്ദേഹത്തിങ്കൽ നിന്നങ്ങുദിത്തനായി കാണായി ദിവ്യവിഗ്രഹത്തോടു മന്മഥ സമാനനായി സർവഭൂഷണ പരിഭൂഷിതനായ നേരം രാമദേവനെ പ്രദക്ഷിണവും ചെയ്തു ഭക്ത്യ ഭൂമിയിൽ സാഷ്ടാംഗമായി വീണുടൻ നമസ്കാരം മൂന്നുരു ചെയ്തു കൂപ്പി തൊഴുതു നിന്നു പിന്നെ മാന്യനാഗന്ധർവനും ആനന്ദ വിവശനായി കോൾമയർ കൊണ്ടു ഗദ്ഗദാക്ഷരവാണികളാം കോമളപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ. നിന്തിരുവടിയുടെ തത്വം ഇതൊരുവർക്കും ചിന്തിച്ചാലറിഞ്ഞുകൂടാവതല്ലെന്നാകിലും നിന്തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു സന്തത മന്ദത്വം കൊണ്ടെന്തൊരു മഹാമോഹം അന്തവുമാദിയുമില്ലാതൊരു പരബ്രഹ്മ മന്ദരാത്മനി തെളിഞ്ഞുണർന്നു വസിക്കണം അന്ധകാരങ്ങളകന്നാനന്ദമുദിക്കണം ബന്ധവും മറ്റു മോക്ഷപ്രാപ്തിയും അരുളേണം അവ്യക്തമതി സൂക്ഷ്മമായൊരു ഭവദ്രുവം സുവ്യക്തഭാവേന ദേഹത്വയ വിലക്ഷണം ഭൂഗ്രൂപമേഘ മഞ്ഞിൽ സകല ദൃശ്യം ജഡം ദുർഗ്യാഹ്യമനാത്മാ കാമാകയാലജ്ഞാനികൾ എങ്ങനെ അറിയുന്നു മനസവിധിരിക്തം അങ്ങിടാതൊരു പരമാത്മനാം ബ്രഹ്മാനന്ദം ബുദ്ധ്യാത്മാദാസങ്ങൾക്കുള്ളാഖ്യമായതു ജീവൻ ബുദ്ധ്യാദിസാക്ഷിഭൂതം ബ്രഹ്മമെന്നതു നൂനം നിർവികാര ബ്രഹ്മണി നിഖിലാത്മനി നിത്യേ നിർവിഷയാഖ്യേ ലോകമജ്ഞാനമോഹവശാൽ ആരോപിക്കപ്പെട്ടൊരു തൈജസ സൂക്ഷ്മദേഹം ഹൈരണ്യമതു വിരാട് പുരുഷനതിസ്ഥൂലം ഭാവനാ വിഷയമായൊന്നതു യോഗീന്ദ്രാണാം കേവലം തത്ര കാണായിടുന്നു ജഗത്തെല്ലാം ഭൂതമായതും ഭവ്യമായതും ഭവ്യശ്രുത്തും ഹേതുനാമഹതത്വാതിവൃത സ്ഥൂലദേഹേ ബ്രഹ്മാണ്ടകോശേ വിരാട് പുരുഷേ കാണാകുന്നു സന്മയാമെന്ന പോലെ ലോകങ്ങൾ 14 തുങ്കനാം വിരാട് ഭൂമാനാകിയ ഭഗവൻ തൻ അംഗങ്ങളെല്ലാം 14 ലോകവും നൂനം പാതാളം പാദമൂലം ഭാഷ്ണികൾ മാതലം നാദാതേ കൂർഹം സതലം തലാതലം ചാരുചാനുക്കളല്ലോ സൂതലം രഘുപതേ ഊരുകാണ്ഡങ്ങൾ തവ വിമലാമലതവും ജഗനം മഹീതലം നാഭിതേ നഭസ്ഥലം രഘുനാഥോരസ്ഥലമായതു സുരലോകം കണ്ടദേശം തേ മഹർലോകമെന്നറിയണം തുണ്ടമായതു ജനലോകമെന്നതു നൂനം ശങ്കദേശം തേ തപോലോകമിങ്ങതിന്മീതേ പങ്കജയോനിവാസമാകിയ സത്യലോകം ഉത്തമാംഗം തേ പുരുഷോത്തമ ജഗൽപ്രഭോ സത്തമാത്രക മേഘജാലങ്ങൾ കേശങ്ങളും ശക്രാദിലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ തേ ദിക്കുകൾ കർണങ്ങളും അശ്വികൾ നാസികയും വ്യക്തമായതു അഗ്നിനേത്രമാദിത്യൻ തന്നെ ചിത്രമെത്രയും മനസ്സായതു ചന്ദ്രനല്ലോ ഭ്രൂഭംഗമല്ലോ കാലം ബുദ്ധി വാഗ്വഗ്നിയല്ലോ കോപകാരണമഹങ്കാരമായതു രുദ്രൻ വാക്കെല്ലാം ചതസ്സുകൾ നഷ്ടങ്ങൾ യമനല്ലോ നക്ഷത്രഭക്തിയെല്ലാം ധ്വജഭക്തികളല്ലോ ഹാസമായതു മോഹകാരിണി മഹാമായ വാസന സൃഷ്ടിസ്ഥ പാപാംഗമോക്ഷണമല്ലോ ധർമ്മം നിൻ പുരോഭാഗ അധർമ്മം പുഷ്ടഭാഗം ഉന്മേഷ നിമേഷങ്ങൾ ദിനരാത്രികളല്ലോ സപ്തസാഗരങ്ങൾ നിൻ കുഷിദേശങ്ങളല്ലോ സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ നദികളെല്ലാം തവ നാഡികളാകുന്നതും പൃഥ്വീധരങ്ങൾ പോലസ്ഥികളാകുന്നതും വിശ്വാദ്യൗഷധങ്ങൾ തേ രോമങ്ങളാകുന്നതും ദക്ഷിണാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും വൃഷ്ടിയായതും തവ രേതസെന്നറിയണം പുഷ്ടമാം മഹിമതേ കേവലജ്ഞാനശക്തി
സ്ഥൂലമായുള്ള വിരാട് പുരുഷരൂപം തവ കാലേ നിത്യവും ദാനിക്കുന്നവനുണ്ടാം മുക്തി നിന്തിരൂപടി ഒഴിഞ്ഞില്ല കിഞ്ചന വസ്തു സന്തതമിദ്രൂപം ചിന്തിച്ചു വണങ്ങുന്നേ ഇക്കാരാമിതിൽ കാണും മുഖ്യയായിരിപ്പോൻ ഈ കാണാകിയ രൂപം എപ്പോഴും തോന്നിയിടണം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമ കഥാസാഗരം. ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും അതിദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരും അവൻ ഭീതനിതു കേൾക്കിൽ നിർഭയനായി വരും. ശ്രീരാമ കഥാസാഗരം.